അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിപാവനമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു തആല ഒരുപാട് കണ്ട് അനുഗ്രഹിച്ച ഈ ശഅബാൻ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഈ ദിനത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലി നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്താവാൻ വേണ്ടി ദുആരക്കണം. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുക. അള്ളാഹു തആല നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ. ഇന്നത്തെ ഈ സുന്ദരമായ ദിവസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും നമുക്കറിയാമല്ലോ, ഈ ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ട ഒരു കാര്യമാണ് സൂറത്തു ദുഖാൻ ഓതുക എന്നുള്ളത്. സൂറത്തു ദുഖാൻ, ഇപ്പോൾ സൂറത്തു ദുഖാൻ ശഅബാൻ 1 മുതൽ 14 രാവ് വരെ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ നമ്മൾ 15 പ്രാവശ്യം വീതം ഓതുകയും ശേഷം 14 രാവ്, ആ 14 രാവിൽ ഈ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 30 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അവൻ്റെ ഏതാവശ്യവും അല്ലാഹു തആല നിറവേറ്റി തരുമെന്നെല്ലാം മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ അവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പരിപാവനമായ ഈ രാവിൽ നമ്മൾ പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ് നമ്മുടെ തൗബയുടെ വാക്കാണ്. എല്ലാവരും ഒന്നിച്ച് പറയും, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ وأتوب إليك. أستغفر الله العظيم من كل ذنب 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 وأتوب إليك.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ദിവസങ്ങളും മാസങ്ങളുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ വേണം. താക്കോലില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച ദിക്റാണ് ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് ഉറക്കെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിൽ വൃക്ഷങ്ങൾ നടപ്പെടാനുള്ള ഒരു ദിക്റായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഉറക്കെ പറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്റാണ് നരകമോചനത്തിൻ്റെ ദിക്ർ. ഒരു മനുഷ്യൻ ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം പറയും, പടച്ചോനെ അവനെ നീ എന്നിൽ പ്രവേശിപ്പിക്കരുതേ എന്ന്. അത്തരത്തിലുള്ള ആ ഒരു ദിക്ർ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള നമുക്കറിയാവുന്ന ഒരു ദിക്റാണ്, ദുആയാണ്, നരകമോചനത്തിൻ്റെ ദുആ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, اللهم أجرني من حر جهنم 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 اللهم أجرني من حر جهنم. ഇന്ന് നമ്മൾ പറയുന്നത് സ്വർഗത്തെ ചോദിക്കുന്ന ദുആയാണ്, ദിക്റാണ്. സ്വർഗത്തെ ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ചോദിച്ചാൽ സ്വർഗം പറയും, പടച്ചോനെ ഇവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്നാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ ഇന്നി
അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ, നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ ഈ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. അതുപോലെ തന്നെ ഇതൊരു ദിക്റുമാണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഇത് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റാണ്. നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടുന്ന ഒരു ദുആയാണ്, ദിക്റാണ്, തസ്ബീഹാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി سبحان الله العظيم وبحمده أستغفر الله. سبحان الله وبحمده سبحان الله العظيم
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ ഖബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ محمد اللهم صل عليه وسلم اللهم صل على 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 محمد اللهم صل عليه وسلم ഈ പറയുന്നത് ഒരു സ്വലാത്താണ്. നമുക്കറിയാം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്തുൽ ഫാത്തിമിയ്യ ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി 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 اللهم صل على النور وأهله 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 നമുക്കിനി പറയാനുള്ളത്
വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ദുആകളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മളൊക്കെ നന്മ ചോദിക്കേണ്ട ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا ربي. ലോകരക്ഷിതാവായ റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങളുടെ തസ്ബീഹിൻ്റെ, ഞങ്ങളുടെ തക്ബീറിൻ്റെ, ഞങ്ങളുടെ സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ, ദുആഇൻ്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ചെറുതും വലുതുമായി, രഹസ്യവും പരസ്യവുമായി, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹുവേ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ്, മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞവരാണ്. റഹ്മാനെ, നിന്റെ ഇബാദത്തുകളിൽ പോരായ്മകൾ വരുത്തിയവരാണ്. എല്ലാം നീ സബൂറാക്കണേ അല്ലാ. എല്ലാം നീ ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ മുൻഗാമികൾ അല്ലാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ.
മർഹമത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദരിമാര്, ഉമ്മമാര് ഭർത്താവ് മരണപ്പെട്ടു പോയവരാണ്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഭാര്യ മരണപ്പെട്ടു പോയിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മാതാപിതാക്കൾ ഖബറിലാണ്, മക്കള്, സഹോദരി സഹോദരന്മാര്. റഹ്മാനെ, മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഞങ്ങളോട് ദുആ വസിയത്ത് പറയുന്നത്. റഹ്മാനെ, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അല്ലാഹുവേ അറ്റാക്ക് പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ ഒരുപാട് പ്രതിസന്ധികളകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ കണ്ടത് കുത്തിയെടുത്തിട്ട് അല്ലാഹുവേ പടച്ചവനെ ടെസ്റ്റിന് അയച്ച ആളുകളുണ്ട്. റഹ്മാനെ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യങ്ങളിലും നീ സലാമത്തും ബറക്കത്തും ഏറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. ലോക മുസൽമാനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, അഭിമാനത്തിലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്, നോമ്പ് പിടിച്ചവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, തസ്ബീഹ് പറഞ്ഞവരാണ്, സ്വതക കൊടുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ്. റഹ്മാനെ, ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുത്ത് റസൂലിന്റെ റൗള കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, മക്കളൊക്കെ കഞ്ചാവിന്, മയക്കുമരുന്നിന് അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. മക്കൾ കാരണം സന്തോഷിക്കുന്നവരിൽ, മാതാപിതാക്കളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പലരുടെയും വീട് പണി നടക്കുകയാണ്, നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിജയത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്, ടെൻഷൻ മാറ്റി നൽകണേ അല്ലാഹ്, മാനസികമായ പിരിമുറുക്കങ്ങൾ മാറ്റണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, എല്ലാ ഖൈറാത്തുകളും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.